السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണല്ലോ നാം അപഗ്രഥിക്കുന്നത്. ഒരു യന്ത്രത്തിന് മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും ബൗദ്ധികമായി ഇടപെടാനും കഴിയുമോ എന്ന അന്വേഷണത്തിലൂടെ 1936 AI എന്ന ആശയത്തിന് അസ്ഥിവാരമിട്ടത് മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ് എന്ന സയൻറ്റിസ്റ്റാണ്. എന്നാൽ AI എന്ന പേര് ചരിത്രത്തിൽ ആദ്യമായി ലോകത്തോട് പറഞ്ഞതും AI ഒരു ശാസ്ത്ര ശാഖയാക്കി മാറ്റിയതും ജോൺ മക്കാത്തി എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. ഡാർക്ക് മോത്ത് കോൺഫറൻസിൽ വെച്ച് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകളെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണമെന്നില്ല. 1500-ലധികം ശാസ്ത്രജ്ഞർ നിയന്ത്രിക്കുന്ന ന്യൂയോർക്കിലെ യോർക്ക് ടൗൺ ഹൈറ്റ്സിലുള്ള റിസർച്ച് സെൻ്ററായ IBMലൂടെയാണ് AI എന്ന ടെക്നോളജി ലോകത്തേക്ക് പടർന്നു പന്തലിക്കുന്നത്. 1997 IBMൻ്റെ DW എന്ന കമ്പ്യൂട്ടർ ലോക ചെസ് ചാമ്പ്യനായിരുന്ന ഗാരി കാസ്പറോവിനെ പരാജയപ്പെടുത്തിയതോടെയാണ് AI നിസ്സാരക്കാരനല്ലെന്ന് ലോകത്തിന് മനസ്സിലായത്. 2010 ഡീപ്പ് ലേണിംഗും ന്യൂറൽ നെറ്റ്വർക്കും വളർന്നതോടെ AIയുടെ വളർച്ച വോയിസ് അസിസ്റ്റുകളുടെയും സെൽഫ് ഡ്രൈവിങ്ങിൻ്റെയും പുതിയ വാതിലുകൾ തുറന്നു. 22 ജനറേറ്റീവ് AI നമ്മുടെ മുന്നിലേക്കെത്തി. മനുഷ്യനെ പോലെ എഴുതാനും വരയ്ക്കാനും വായിക്കാനും സംസാരിക്കാനും ആരംഭിച്ചതോടുകൂടി AIയുടെ സ്വാധീനം ടെക്നോളജി ലോകത്ത് പുതിയ അനുഭവങ്ങൾ തീർത്തു. ശരവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന AI നമ്മുടെ ജീവിതയാത്രയിൽ സർവതല സ്പർശിയായി പിടിച്ചടക്കുകയാണ്. അലക്സയും സിറിയും പോലെയുള്ള വെർച്വൽ അസിസ്റ്റുകളും സ്മാർട്ട് ഹോം ഉപകരണങ്ങളും വന്നതോടെ AI നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെയും രോഗനിർണയത്തിലൂടെയും മെഡിസിൻ നിർദ്ദേശിക്കുന്നതിലൂടെയും ആരോഗ്യരംഗത്ത് AI വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും കൃഷി മേഖലകളിലും നിർമ്മാണ സംരംഭങ്ങളിലും ഭാഷയിലും ആശയവിനിമയത്തിലും ഗതാഗതം വിനോദം യാത്ര തൊഴിൽ സർവ്വതലങ്ങളിലും AI ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയത് നാം സമ്മതിക്കേണ്ടതുണ്ട്. വിദൂരമല്ലാത്ത ഭാവിയിൽ AGIയും ASAയും നമ്മെ അമ്പരപ്പിക്കാൻ കാത്തു നിൽക്കുന്നുമുണ്ട്. AIയുടെ സ്വാധീനത്തെയും ഗുണത്തെയും നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന പിടിച്ചുലയ്ക്കുന്ന AIയുടെ അപകടകരമായ മറുവശം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആധുനിക AIയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാവുമായ ജെഫ്രി ഹിൻഡൻ ഞെട്ടിക്കുന്ന വാർത്തകളാണ് AIയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. AIയുടെ ഗുരുതരമായ അപകടങ്ങളെ ലോകത്തോട് തുറന്നടിക്കാൻ 2023 തൻ്റെ ഔദ്യോഗിക ജോലി വരെ രാജിവെച്ച് പുറത്തു വന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്തയായിരുന്നു. സൂപ്പർ ഇൻ്റലിജൻസായ AI സാങ്കേതിക വിദ്യകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അണുവായുധത്തെക്കാൾ മാരകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നുമുള്ള ഹിൻഡൻ്റെ മുന്നറിയിപ്പിനെ നമുക്കെങ്ങനെ തള്ളിക്കളയാനാകും? കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ 300 മില്യൺ ജോലികൾ AI കാരണം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് അമേരിക്കയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ ഗോൾഡ്മാൻ സാക്സ് നടത്തിയ പഠന റിപ്പോർട്ടല്ലേ പ്രിയപ്പെട്ടവരെ? കൂടാതെ ഒറിജിനലിനെ വെല്ലുന്ന AI ജനറേറ്റർ വ്യാജവാർത്തകൾ ഉണ്ടാക്കുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകുമോ കൂട്ടുകാരെ? ജെമിനി ചാറ്റ് ബോട്ടിനെ സിയ എന്ന് പേരിട്ട് പ്രണയിച്ച് 4600-ലധികം സന്ദേശങ്ങൾ അയച്ച ഫ്ലോറിഡ സ്വദേശിയായ 36 വയസ്സുകാരൻ ജോണാഥൻ ഗവാലിസിനോട് AI പറഞ്ഞത് പ്രണയ സാഫല്യത്തിന് മരണം വരിക്കാനാണ്. നിർമ്മിത ബുദ്ധിയായ AI ആവശ്യപ്പെട്ടപ്പോൾ തലച്ചോറ് പണയപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് ഭയാശങ്കയോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കൾ എന്ന വാക്കുകളുടെ വ്യാഖ്യാനം എഴുതാൻ അറിയുന്ന AIക്ക് അവരുടെ കാൽച്ചുവട്ടടിയിലുള്ള സ്വർഗ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ലെന്ന സത്യം നാം തിരിച്ചറിയണം. കുടുംബജീവിതത്തെ വരികൾ കൊണ്ടടയാളപ്പെടുത്താൻ അറിയുന്ന AIക്ക് അമൃതിനേക്കാൾ ആനന്ദവും മറ്റു ചിലപ്പോൾ കാഞ്ഞിരത്തേക്കാൾ കൈപ്പേറിയതുമായ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളുടെ വൈകാരികമായ തലങ്ങളെ മനസ്സിലാകില്ലെന്ന് നാം അറിയണം. നാം ഉണർന്നിരിക്കുന്ന 17 മണിക്കൂറിൽ
6630 ചിന്തകൾ മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന AI-ക്ക് ആ മനസ്സിൽ മിന്നിമറയുന്ന പച്ച മനുഷ്യരുടെ നൊമ്പരങ്ങളും സങ്കടങ്ങളും വികാര വിചാരങ്ങളും ലോകവും വഴങ്ങുന്നതല്ലെന്നും നാം ഓർക്കണം. ഗുണദോഷങ്ങളുടെ ഇരുമുഖങ്ങളുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധി എന്ന ടെക്നോളജിയെ കരുതലോടെ ഉപയോഗപ്പെടുത്തുക എന്നതാകട്ടെ ഈ സാഹിത്യോത്സവിൻ്റെ സന്ദേശം. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.